കോഴിക്കോട് മാനാഞ്ചിറ LIC റോഡ് നവീകരണം ഇഴഞ്ഞു നീങ്ങിയതോടെ ദുരിതത്തിലായി വ്യാപാരികളും യാത്രക്കാരും. നിലവിലെ റോഡ് പൊളിച്ച് ഗതാഗതം തടഞ്ഞാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതോടെ കച്ചവടം ഗണ്യമായി കുറഞ്ഞതും റോഡ് പണി നീണ്ടുപോകുന്നത് കച്ചവടക്കാരെയും ആശങ്കയിലാഴ്ത്തിക്കഴിഞ്ഞു. വർഷങ്ങളായുള്ള പ്രദേശത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാനായാണ് പട്ടാളപ്പള്ളി ജംഗ്ഷൻ മുതൽ വൈക്കം മുഹമ്മദ് ബഷീർ ജംഗ്ഷൻ വരെ ഇന്റർലോക്ക് പതിക്കാൻ തീരുമാനിച്ചത്. നവംബർ ആദ്യവാരം തുടങ്ങിയ പണി ഒച്ചിഴയുന്നതുപോലെ ഇഴഞ്ഞു നീങ്ങിയതോടെയാണ് വ്യാപാരികൾ ദുരിതത്തിലായത്. ആഴ്ചകൾക്കുള്ളിൽ പണി പൂർത്തീകരിക്കുമെന്ന് വ്യാപാരികൾക്ക് അധികൃതർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും പറഞ്ഞ ആവേശമൊന്നും പിന്നീടുണ്ടായില്ല. കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായിത്തെരുവിലെ കച്ചവടക്കാർക്ക് ഇതിരുട്ടടിയായി. ഈ SMCയിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 6 ആഴ്ചയായിട്ട് കച്ചവടം പകുതിയിൽ താഴെയാണ്. അത് ഇവിടുത്തെ വലിയ വാടക, ഈ SMCയെ സംബന്ധിച്ചിടത്തോളം വലിയ വാടകയൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞ് ഇനിയും മുന്നോട്ട് ഇത് നീണ്ടു പോവുകയാണെങ്കിൽ SMCയൊക്കെ പൂട്ടിപ്പോവേണ്ട അവസ്ഥയിലാണ്. ഓരോ മണിക്കൂറിലും നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്ന മിഠായിത്തെരുവ് പണി ആരംഭിച്ചതോടെ ഏറെ വിജനമായി. കടയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുള്ളതായും വ്യാപാരികൾ പറയുന്നു. ഇത് കച്ചവടക്കാരെയും ആശങ്കയിലാക്കുന്നു. ക്രിസ്മസിൻ്റെ ഉണ്ട്, വെക്കേഷൻ ഉണ്ട്, നല്ല കസ്റ്റമർ വരില്ല. ആ നല്ല കസ്റ്റമർ വരണം എന്നുണ്ടെങ്കിൽ കാർ പാർക്കിങ്ങിൻ്റെ ഇതും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് വ്യാപാരികൾക്ക് തന്നെ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ബസ്സും ബസ് സ്റ്റോപ്പും എല്ലാം കൊണ്ടും വരുത്താർ വരെ വരുന്ന ഏറ്റവും വലിയ SM സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സിലും ലാഭങ്ങളും കിട്ടുന്നതും നികുതി പണവും ടാക്സും ഒക്കെ കൊടുക്കുന്ന മുട്ടായിത്തെരുവാണ് ഏറ്റവും കൂടുതൽ വാണിജ്യ രേഖത്തിൽ. ഇതെന്തിനാണ് ഇങ്ങനെ നമ്മളെപ്പോലെ വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാന്നുള്ള മനസ്സിലാവുന്നില്ല. അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ണ് തുറക്കുക. ക്രിസ്മസ്, വിവാഹ സീസണുകൾ അടുത്തിരിക്കെ പണികൾ വേഗത്തിൽ പൂർത്തിയാക്കി റോഡ് എത്രയും വേഗത്തിൽ തുറന്നു നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ജനം, കോഴിക്കോട്.